എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എന്താണ് കറിയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് കടലക്കറി വെക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ തലേ ദിവസം തന്നെ കടല വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ള പച്ചക്കടലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം കുതിരാൻ വെച്ചതാണ്. 2-3 തവണ കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇടുന്നുണ്ട്. കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കതിനുള്ള താളിപ്പ് റെഡിയാക്കാം കേട്ടോ. ഇത് ഫസ്റ്റും ചെയ്യാം, ലാസ്റ്റ് വേണമെങ്കിലും ചെയ്യട്ടെ. ലാസ്റ്റ് ചെയ്താലും മതി. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യും, കാരണം മണം കടലയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കടുക്, ജീരകം, കുരുമുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് താളിപ്പിനുള്ളത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അതൊഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെന്തയം, കടുക് എന്നിവ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് പെരുംജീരകം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി റെഡിയാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായി ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്യാം. അതും ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നന്നായി ഒന്ന് ആ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് കടല വെന്തു കേട്ടോ. വിസിൽ വന്നു. ഞാൻ 3 വിസിൽ വെക്കുന്നുണ്ട്, അപ്പോൾ നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടല വെന്തു. അപ്പോഴേക്കും നമ്മുടെ താളിപ്പ് ഒരുവിധം മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്യണത്. ഇത്രയും ഇട്ടിട്ട് അതും ഒന്ന് പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ കടലയിൽ ഡയറക്റ്റായിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് കടല വെന്തല്ലോ, അപ്പോൾ അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങും സവോള വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ താളിപ്പ് കൂടി അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ താളിപ്പിൻ്റെ മണവും കൂടി ആ കടലയിലേക്കും കിഴങ്ങിലേക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ നല്ല എരിവും ഉപ്പും ഒക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലുള്ള എരിവും ഉപ്പും ഒക്കെ നന്നായി ഒന്ന് അതിൽ പിടിച്ച് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കണം കേട്ടോ. തേങ്ങ ചിരവിയത് റെഡിയാക്കാം. അപ്പോൾ തേങ്ങ ചിരവിയത്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സവാള ചെറുതാക്കി മുറിച്ചതാണെങ്കിൽ മതി. പിന്നെ കുരുമുളക്, വെളുത്തുള്ളി, കുറച്ച് പട്ടയും ഗ്രാമ്പും കേട്ടോ, ഇത്തിരി മതി. അത്രയും ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കടലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കടലക്കറി റെഡിയാക്കാം. ആ താളിപ്പ് ലാസ്റ്റ് ചെയ്യുകയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യും, മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. ബായ്. ചെയ്ത് നോക്കൂ.